സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഹോർമൂസിലെ വിഷയം, ഇറാൻ US തർക്കം, ഇങ്ങനെ അതിൻ്റെ പേരിൽ യുദ്ധം നീണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഒമാനെ തകർത്ത് കളയും എന്ന ഒരു സ്റ്റാൻഡിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നു. അദ്ദേഹം ഒമാൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഒരു കാര്യത്തിലും ഇടപെടുന്ന ഒരു രാജ്യമല്ല. അമേരിക്കയുടെ സഖ്യകക്ഷികളിൽപ്പെട്ട, അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ കൂടെ നിൽക്കുന്ന ഒരു രാജ്യവുമാണ്. അപ്പോൾ സാർ, എന്താണ് ഇത്തരത്തിൽ അമേരിക്ക ഒരു ഭീഷണി മുഴക്കാൻ കാരണം ഒമാൻ എതിരെ? വളരെ ലളിതമായിട്ടുള്ള ഒരു സംഗതിയെ മനസ്സിലാക്കാനുള്ളൂ. അതായത് ട്രംപ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സംഗതി പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നു. അത് അതിന്റെ ഒരു നിമിത്തം ആയി മാറിയിരിക്കുന്നത് ഒമാനാണ്. കാരണം ഒമാനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈവൻ ഇറാനിലേക്ക് പോലും യുദ്ധങ്ങൾ, മിസൈലുകൾ തൊടുത്തുകൊടുത്തതിനൊക്കെ ഒരുപാട് അവരുടെ ഈ ഒമാന്റെ തന്നെ മിലിറ്ററി സങ്കേതങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു. അമേരിക്കൻ വിമാനങ്ങളുടെ ഇന്ധനം നിറയ്ക്കുന്നത് ഒമാനിലായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ പലതവണ ഒമാനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും മറ്റേ സൗകര്യം ചെയ്ത് കൊടുക്കുന്നതിന്റെ പേര്. അങ്ങനെ ഇറാന്റെ ഈ യുദ്ധ സമയത്ത് തന്നെ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട ഒരു പ്രദേശം കൂടിയാണ് ഒമാൻ. ആ ഒമാനുമായിട്ട് ഇറാൻ ഒരു കരാർ ഉണ്ടാക്കാൻ പോകുന്നു. ആ കരാറിലൂടെ ഒമാനും ഇറാനും ചേർന്ന് ഹോർമൂസ് കടലിലേക്ക് നിയന്ത്രിക്കാനുള്ള ഒരു കരാറിന്റെ അവസാന ഘട്ടത്തിലെത്തി. ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇറാന്റെയും ഒമാന്റെയും സമ്പൂർണ്ണ നിയന്ത്രണത്തിലാകും എന്നുള്ളൊരവസ്ഥ വരുന്നു. ഇത് ട്രംപിന്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ, പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറും. ഇപ്പൊ ഇവിടെ ഹോർമൂസ് കടലിടുക്ക് ഉപരോധം പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും, തങ്ങളുടെ ടെറിട്ടറിയാണെന്നൊക്കെയാണ് പിന്നെ ട്രംപ് പറയുന്നത്. പക്ഷേ ഈ ഇറാനും ഒമാനും കൂടെ ഒന്നിക്കുന്ന ഈ ഒരു സാഹചര്യം ഒരിക്കലും ട്രംപ് സ്വപ്നത്തിൽ കണ്ടിരുന്നതല്ല. അതിന്റെ ആ ഒരു അപ്രതീക്ഷിത്വത്തിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒമാനെ ഞങ്ങൾ ബോംബിട്ട് തകർത്ത് കളയും. ഇത് സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ ജൂൺ 8 സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട് ഇറാനും അമേരിക്കയും തമ്മിലൊരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. അതായത് 60 ദിവസത്തിനകം അവശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ശാശ്വത സമാധാനത്തിലേക്ക് പോകാം എന്ന ധാരണയിൽ. അപ്പൊ ആ 60 ദിവസം എന്നുള്ളത് ഈ കഴിഞ്ഞ August 8 കഴിയുകയും ചെയ്തു. ഇപ്പം നിലവിലൊരു കരാറുമില്ല. ബാക്ക് ചാനൽ ആയിട്ടുള്ള ഒരു നയതന്ത്ര ഇടപെടലുകൾ നടക്കുന്നില്ല. കാരണം അതിലൊന്ന്, ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഒരു നിർണായക പങ്കുവഹിച്ച രാജ്യം കൂടിയാണ് ഈ ഒമാൻ. അതാണ് ഈ ട്രംപിന് ഇത്രയധികം ദേഷ്യം വരാൻ കാരണം. ഇത് ഈ കഴിഞ്ഞ ജൂൺ 8 കരാറിനെ ഇറാൻ കണ്ടത് അമേരിക്കയ്ക്ക് വീണ്ടും തങ്ങളുടെ മേൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒരു തയ്യാറെടുപ്പിന്, അവർക്കുള്ള ആയുധങ്ങൾ സജ്ജീകരിക്കണം, അതുപോലെ ലോജിസ്റ്റിക്സ്, അതായത് ഭക്ഷണ സാധനങ്ങളും മറ്റു സംവിധാനങ്ങളും അവിടെ നിന്ന് എത്തിക്കണം, ഇതിനു വേണ്ടിയുള്ള ഒരു സമയം വാങ്ങലാണ് എന്നുള്ളത് ഇറാൻ തിരിച്ചറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു യുദ്ധതന്ത്രം മെനയാനായിട്ട് IRGCയുടെ നേതൃത്വത്തിൽ അവർ തയ്യാറായി എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇറാൻ എന്ന് പറയുന്നത് IRGCയുടെ നിയന്ത്രണത്തിലാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു സംഗതിയാണ്. ഒരേ സമയത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ അവര് ഈ മധ്യസ്ഥ പ്രവർത്തനങ്ങളിൽ മുഴുകിപ്പിക്കുകയും ബാക്ക് ചാനൽ സംഗതികളിലൊക്കെ മുഴുകിപ്പിക്കാനുള്ള ധാരണ വരുത്തുകയും അതിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ മാറിയും തിരിഞ്ഞും ഇറാൻ താല്പര്യമില്ല അങ്ങനെയുള്ള പല പല പ്രസ്താവനകളൊക്കെ ഇറക്കി തുടരുകയും, അതോടൊപ്പം തന്നെ ഒരു പുതിയ യുദ്ധതന്ത്രം ഇറാൻ തയ്യാറാക്കി. ആ യുദ്ധതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഏഷ്യ മുഴുവൻ തങ്ങളുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു തന്ത്രമാണ് അതിൽ മുഖ്യമായിട്ട് ആവിഷ്കരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഹോർമൂസ് കടലിടുക്കും അതേപോലെ തന്നെ റെഡ് സീയും പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയിലെ, പശ്ചിമേഷ്യയിലെ എണ്ണ മുഴുവൻ അവിടെ കെട്ടിക്കിടക്കുകയുള്ളൂ. അവിടുത്തെ ഒരു രാജ്യങ്ങൾക്കും ചലിക്കാൻ പറ്റില്ല. അവരുടെ സാമ്പത്തികമായിട്ടെല്ലാം തരും. സൗദി അറേബ്യയ്ക്കും നീങ്ങാൻ പറ്റില്ല. കാരണം ഈ കടലിടുക്കുകളില്ലാതെ UAEക്കോ ബഹ്റൈനോ കുവൈറ്റിനോ ഖത്തറിനോ അവരുടെ എണ്ണ നീക്കാൻ പറ്റില്ല. ഈ രാജ്യങ്ങളുടെ ഏക വരുമാനം എന്ന് പറഞ്ഞ എണ്ണയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്ക് പശ്ചിമേഷ്യയെ മുഴുവൻ തങ്ങളുടെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, ഈ അമേരിക്കക്കെതിരെ തിരിയുന്ന ഒരവസ്ഥയ്ക്ക്. കാരണം ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ
ഇപ്പോൾ UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും സൗദി അറേബ്യയിലൊക്കെ അമേരിക്കൻ മിലിറ്ററി സാന്നിധ്യമുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങൾ മുഴുവൻ അവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക, എല്ലാവരെയും ഒന്നിച്ച് വലിച്ചിടുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇറാൻ ആവിഷ്കരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ 6 UAE കപ്പലുകളാണ് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കടക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തകർത്തത്. അതോടൊപ്പം തന്നെ ഈ യമനിലെ ഹൂതീസ് എന്ന് പറയുന്നത് അതിനെ നിലനിർത്തുന്നതും അവരെ എല്ലാവിധ സഹകരണങ്ങളും ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇറാനാണ്, IRGC ആണ്. ഈ ജൂൺ 8 കരാർ ഒപ്പിട്ടതിന് ശേഷം ഇറാനിയൻ സൈനിക മേധാവികൾ യമനിൽ പോയി അവിടെ വലിയൊരു മിലിറ്ററി വിന്യാസം തന്നെ നടത്തി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാബലെ ബന്ദാൻ കടലിടുക്ക് വഴിയും തുറമുഖം വഴിയും അതേപോലെ തന്നെ ഈ റെഡ് സീ വഴിയും ഉള്ള കടന്നു പോകുന്ന കപ്പലുകളെ തകർക്കുക എന്നുള്ളതാണ്. അതായത് സൗദി അറേബ്യയുടെ കപ്പലുകളെ തകർക്കുക. അങ്ങനെ സൗദി അറേബ്യയുടെ എണ്ണയും കൊണ്ടുപോയ കപ്പലുകളെയും തകർത്തു. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അവർക്ക് അനങ്ങാൻ വയ്യാത്തൊരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്ന ഒരു സംഗതി ഉണ്ടാക്കി. ഇതിന്റെ സമ്മർദ്ദം മുഴുവൻ ട്രംപിന്റെ പുറത്താണ് ഇരിക്കുന്നത്. കാരണം ട്രംപിന് ഇനി ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും പ്രത്യാഘാതം ഉണ്ടാക്കാമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഈ കഴിഞ്ഞ 60 ദിവസത്തിനടുത്ത് ഇറാൻ നടത്തിയ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത് ലെബനൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള ഈ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് മേധാവികളെ അവരെ തിരിച്ചറിയുകയും അവരെ കൊല്ലുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു. 30,000 അമേരിക്കൻ ഡോളർ ലഭിക്കത്തക്ക രീതിയിലുള്ള ഇനാമുകളാണ് ഈ അവിടെയുള്ള ഈ മേഖലയിലുള്ള ഇറാഖിലാണെങ്കിലും ലെബനിലാണെങ്കിലും ഒക്കെയുള്ള സൈനിക മേധാവികളുടെ തലയ്ക്ക് ഒരു വിലയിട്ടത്. ഈ ഒരു ഇമാം പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള ഈ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ വധിക്കുക. 2, അമേരിക്കയ്ക്കുള്ള വ്യക്തമായ സന്ദേശം, ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു, പുതിയ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ശരിക്കും അമേരിക്കയെ ഇറാൻ വളരെ മനോഹരമായിട്ട് വെല്ലുവിളിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക്, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം. കാരണം അനങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആക്രമണവും നേരിടേണ്ടി വരും. അവർക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, റെഡ് സീ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ മറ്റേ സുന്നി ഷിയ പ്രശ്നം കൊണ്ട് തന്നെ വിരുദ്ധ ചേരിയിലാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ. ആ സൗദി അറേബ്യയെ പോലും തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യവും ഈ യുദ്ധതന്ത്രത്തിനകത്ത് ഉണ്ടായിരിക്കുന്നു. ഈ യുദ്ധതന്ത്രത്തിൽ ഇപ്പൊ ഇറാൻ വളരെ വിജയകരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കുന്നു. അവിടെയാണ് ഈ ട്രംപിന് യാതൊരു വിധമായിട്ടുള്ള ഒരു ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇറാനെ തകർത്ത് കളയുന്നതായിരുന്നു കഴിഞ്ഞ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടതിന് ശേഷവും നടന്ന യുദ്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇറാനിലേക്ക് കയറി അടിക്കുന്നത്. അപ്പോ അതിൽ പോലും അമേരിക്കയ്ക്ക് പരാജയം നേരിടേണ്ടി വരുന്നു. പിന്നെ ട്രംപിന് ആഭ്യന്തരമായിട്ട് ഈ നവംബറിൽ നടക്കാൻ പോകുന്ന മിഡ് ടേം പോളിലെ ഇപ്പൊ അവിടുത്തെ സകല പ്രൊജക്ഷൻസും കാണിക്കുന്നത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി പരാജയപ്പെടുകയെന്നാണ്. അത് ട്രംപിനെ സംബന്ധിച്ച് ഒരിക്കൽ പോലും റിപ്പബ്ലിക്കൻ പാർട്ടിയാണെങ്കിലും ട്രംപിനെ സംബന്ധിച്ച് ഒരിക്കൽ പോലും അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കുമല്ലോ. അപ്പൊ ആഭ്യന്തരമായ ഈ ഒരു പ്രശ്നം, അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിനകത്ത് എങ്ങനെ തലയുരണമൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ട്രംപ് പറയുന്നത് ഇറാനുമായിട്ട് യുദ്ധം തീർക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, എത്ര വർഷം വേണമെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ എങ്ങനെ തലയുരണമൊന്നും അറിയില്ല, മറിച്ച് ഇറാനെ ഇനി ആക്രമിക്കാനുള്ള ധൈര്യവുമില്ല. ഇത്തരത്തിലുള്ള ഒരു വല്ലാത്ത ഒരു സന്ദിഗ്ധ ഘട്ടത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും പറ്റുന്നില്ല, യുദ്ധമായിട്ട് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ട്രംപ് അതുപോലെ ഈ മറ്റ് രാജ്യങ്ങളെ കംപ്ലീറ്റ് തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ അതിനിടയ്ക്കാണ് ഈ സൗത്ത് കൊറിയയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അവരുടെ സൈനിക സഹകരണത്തിലാണ് സൗത്ത് കൊറിയ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതായത് ഈ 22-ാം തീയതി വരെയാണ്, എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് 17 മുതൽ 22-ാം തീയതി വരെ സൗത്ത് കൊറിയയില് ഈ ജോയിന്റ് മിലിറ്ററി എക്സസൈസ്, അത് എല്ലാ വർഷവും സ്ഥിരമായി നടക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസാന നിമിഷമാണ്, എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് ഈ ജോയിന്റ് എക്സസൈസ് തുടങ്ങുന്നതിന് 24 മണിക്കൂർ മുമ്പാണ് ട്രംപ് പോസ്റ്റ് ഇടുന്നത്. ട്രൂത്ത് സ്പെഷ്യലിൽ പോസ്റ്റ് ഇടുന്നു. അവിടേക്കുള്ള അവസാന നിമിഷം കൊണ്ട് പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ പറ്റുന്നില്ല, മറിച്ച്
കുറച്ച് സൈന്യങ്ങളെ മാത്രം പേരിന് വേണ്ടി പങ്കെടുപ്പിക്കുന്നു എന്ന് മാത്രം. അതായത് അതിന്റെ കാരണം പറയുന്നത് സൗത്ത് കൊറിയ ഈ ട്രംപിന്റെ റിക്വസ്റ്റ് നിരസിച്ചു. എന്താണ്? ഈ യുദ്ധത്തിൽ ഇറാനെതിരെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ള ട്രംപിന്റെ റിക്വസ്റ്റ് രണ്ട് വാക്കുണ്ട്, നോ താങ്ക്സ് എന്ന രണ്ട് വാക്കുകളുണ്ട് സൗത്ത് കൊറിയ നിരസിച്ചു. ഇതാണ് സൗത്ത് കൊറിയയുമായിട്ടുള്ള ബന്ധത്തെ എന്താ പറയുക അല്ലെങ്കിൽ അത് മോശമാക്കാനായിട്ട് ട്രംപിനെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ട്രംപ് ഇപ്പൊ നോർത്ത് കൊറിയയും ജിം കോമുമായിട്ട് പോലും ഇപ്പം വളരെ അദ്ദേഹവുമായിട്ട് അടുക്കാനുള്ള ശ്രമമാണ്. അതായത് സൗത്ത് കൊറിയയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കുന്ന വ്യക്തികൾക്ക് അറിയാൻ കഴിയും, ഈ ജിമ്മുമായിട്ട് അല്ലെങ്കിൽ നോർത്ത് കൊറിയൻ പ്രസിഡന്റുമായിട്ട് എന്തെങ്കിലും ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ട്രംപിന് യാതൊരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല, ജിമ്മിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹകരണം ഉണ്ടാകാൻ പോകുന്നില്ല. ജിമ്മി അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ഒരു മിസൈൽ എന്ന് പറയുന്നത് 5000 കിലോമീറ്റർ, അതായത് ജിം പറഞ്ഞത് അമേരിക്കയിൽ തങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധം ഇടാൻ പറ്റുന്ന ഒരു മിസൈലാണ് തങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാൻ വയ്യാത്ത ഒരു സമനില തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നുള്ളത്. എന്താണ് എപ്പോ പറയുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഒമാനെ തകർത്തുകളയും എന്ന് പറഞ്ഞ ആ ഭാഷ പോലും മാധ്യമങ്ങൾക്ക്, അതായത് ഫോക്സ് ന്യൂസുമായിട്ടുള്ള ഇന്റർവ്യൂവിലാണ് ഈ ട്രംപ് പ്രഖ്യാപിച്ചത് ഒമാനെ ബോംബിട്ട് തകർത്തുകളയുന്നു. ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും തന്നെ, ഈവൻ ഫോക്സ് മാധ്യമം പോലും ആ ട്രംപിന്റെ ആ പ്രസ്താവനയെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്ന പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യമായിട്ട് വെളിപ്പെടുത്താൻ പറ്റാത്ത, ഒരു പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഒമാനെ തകർത്തുകൾ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് രോഷമാണ് ട്രംപിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒമാൻ ഈ ഒരു രീതിയിൽ പെരുമാറും, ഇറാനുമായിട്ട് ചേരും എന്നുള്ള ഒരു ധാരണ ഒരിക്കലും ട്രംപിന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ മധ്യേഷ്യൻ യുദ്ധം മുഴുവൻ തകർന്ന് തരിപ്പണമായി, തന്ത്രപരമായിട്ടും തരിപ്പണമായി, യുദ്ധത്തിലും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ട്രംപ് നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു പ്രകോപനം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു യുദ്ധ അന്തരീക്ഷവും ഒരു അവസ്ഥയുമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോവുക. അത് ഏത് രീതിയിലായിരിക്കും അത് വരിക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നിലവിലുള്ള അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഇറാന്റെ ഈ ഇറാൻ ഇപ്പോൾ ഒരു മേൽക്കൈ നേടിയിരിക്കുകയാണ് അവിടെ. കാരണം മറ്റ് രാജ്യങ്ങൾക്കും അമേരിക്കയുടെ പുറത്ത് മറ്റു രാജ്യങ്ങളിൽ, അതായത് കുവൈറ്റ്, മറ്റൊരു ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ എല്ലാ UAE തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ട്രംപിന്റെ പുറത്ത് സമ്മർദ്ദം ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിലയിലേക്ക് പോകും, എന്ന് യുദ്ധം അവസാനിക്കും എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സാർ ഒന്ന് ഇടപെടുകയാണ് സാർ. അതായത് ഈ ഒമാനുമായി ഉണ്ടാക്കിയ കരാറിലൂടെ ശരിക്കും എണ്ണ കച്ചവടം ഇറാൻ നടത്തുന്നുണ്ടോ? അങ്ങനെ കൂടെ ഇല്ല സാർ. അതല്ലേ ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന കാര്യം. ഇറാന് ജീവിച്ചു പോകാനുള്ള കാശ് ഒമാൻ വഴി നേടുന്നു എന്നൊരു തോന്നൽ ഉണ്ടായത് കൂടെ ഉണ്ടല്ലേ. കാര്യം ഇവരെ സാമ്പത്തികമായി മുറുക്കുക എന്നുള്ള പറഞ്ഞോളൂ സാർ. സാമ്പത്തികമായിട്ട് മുറുക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇറാനിൽ നിന്ന് എണ്ണ പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് ഈ ഒമാനുമായിട്ടുള്ള കാര്യം. ഒമാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ഇറാൻ നടത്തിയത്. കാരണം ഇനി ഇത് പൂർണ്ണമായിട്ടും ഇവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ ഇതിന്റെ വരുമാനം ഒമാനും കിട്ടുകയാണ്. അപ്പോ പിന്നെ അത് മാത്രമല്ല, ഇതിന് ഇറാന്റെ പിന്നിൽ വളരെ ശക്തമായിട്ട് ചൈനയും റഷ്യയും നിലകൊള്ളുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് ഇറാനെ സാമ്പത്തികമായിട്ട് കഴിഞ്ഞ 47 വർഷമായിട്ട് ഞെരുക്കാൻ നോക്കിയിട്ട് ഞെരുങ്ങുന്നില്ല. ഈ യുദ്ധത്തില് 4 ദിവസം കൊണ്ട് യുദ്ധം തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത്. ഇതിപ്പോ ഇത്രയും മാസങ്ങളായിട്ട് അതായത് പറഞ്ഞത് ഇനി എത്ര വർഷങ്ങളിലേക്ക് യുദ്ധം നീണ്ടുപോകും എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ ആഭ്യന്തരമായിട്ട് അവർ ഈ IRGC കൂടുതൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നീക്കമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദിനം പ്രതി അവിടെ എക്സിക്യൂഷൻസ് നടക്കുന്നുള്ളതാണ് കേൾക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ ആഭ്യന്തരമായിട്ട് കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നടപടി എന്ന രീതിയിൽ. അപ്പൊ അവിടെ ആ ഹാർഡ് ലൈനേഴ്സ്, ആ തീവ്ര സ്വഭാവമുള്ള IRGCയും അതോടൊപ്പം തന്നെ ഇപ്പം മുസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, പക്ഷെ എന്തായാലും എല്ലാ തീരുമാനങ്ങളും മുസ്തഫ ഖമേനിയുടെ പേരിലാണ് IRGC പ്രത്യേകം നടപ്പിലാക്കുന്നത്. അതേ സമയത്ത് പുറമെയുള്ള ഡിപ്ലോമാറ്റിക് ഫേസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഇറാൻ ഈ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ട്രംപ് ഇടയ്ക്കൊരു പ്രസ്താവന നടത്തി, ഞങ്ങൾ പിന്നെ പിന്നിലൂടെ IRGCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതിലൂടെ പക്ഷെ IRGC നിഷേധിച്ചു.
പക്ഷെ അപ്പം അത് മനസ്സിലാക്കണം. അപ്പൊ IRGC പൂർണ്ണമായിട്ടും ഇറാന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നുള്ളത് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. IRGCയുടെ ശക്തി എന്താണെന്നുള്ളത് ട്രംപിനും അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സന്ദിഗ്ധ അവസ്ഥയിൽ പശ്ചിമേഷ്യൻ യുദ്ധം നിലനിൽക്കുന്നത്. അത് എന്ന് അവസാനിക്കും എന്നുള്ളത് പോലും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. നന്ദി. താങ്ക് യു സാർ.